നമ്മുടെ ബഹറിന്റെ ഫോർട്ട് കൊച്ചി ഒരു ജോലിയൊക്കെ സെറ്റ് ആക്കി നമ്മൾ തിരിച്ചു തരാം. രണ്ടുപേരും ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ബഹറിന്റെ ഫോർട്ട് കൊച്ചി കാണാനാണ്. അപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് നാൾ കൊണ്ട് വൈറലായെന്ന് പറയാൻ പറ്റത്തില്ല. ബഹറിലെ ഫോർട്ട് കൊച്ചി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കാണാൻ അടിപൊളിയാണ്. അപ്പം ഞങ്ങൾ കരുതി അവിടെ വരെ ഒന്ന് പോകാമെന്ന്, അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം. കറക്റ്റ് ലൊക്കേഷനോ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഞങ്ങളിങ്ങനെ തപ്പിപ്പിടിച്ച് പോവാണ്. ബസ്സിനാണ് പോകുന്നത്. ഞങ്ങൾ എല്ലാ യാത്രയും ബസ്സിലാണ്. നമ്മുടെ ബഹറിന്റെ റെഡ് ബസ്. ഞങ്ങൾ മിക്ക സൺഡേസിലും ഞങ്ങൾ ഇതുപോലെ പുറത്ത് പോകാറുണ്ട്. എവിടെയെങ്കിലും സ്ഥലങ്ങളിൽ ഇതുപോലെ ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിക്കുക, ചായ കുടിക്കുക, ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ പോവുക. നമ്മളിവിടെ വന്ന് ഇങ്ങനെ ജോലി റൂമായിട്ടൊക്കെ ഇരിക്കുകയല്ലേ, അപ്പം നമുക്ക് ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ ഇങ്ങനെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകുന്നതാണ് ഒരു സന്തോഷം. നമ്മളിങ്ങനെ പണിയെടുത്ത് നമ്മുടെ ആരോഗ്യം കണ്ടോ, ആ കട നിറച്ചും മധുരമാണ്, ലഡു ജിലേബി ഇരിക്കുന്നത്. എന്നോട് മധുരം കുറയ്ക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ കെട്ടിയവനും പറയുന്നത്, നീ മധുരലാടി കഴിഞ്ഞ് ഷുഗർ വരുമോടി, നിന്റെ കാല് മുറിച്ച് കളയെന്നൊക്കെ പറയും. കാരണം ഞാൻ അത്രയ്ക്കും മധുരത്തിന് അഡിക്റ്റാണ്. അപ്പം ഞാൻ എന്താ പറഞ്ഞു വന്നേ, നമ്മളെല്ലാവരും ഗൾഫിൽ താമസിക്കുന്നവരാണ് ജോലിയായിട്ടൊക്കെ. അപ്പം ഇതുപോലുള്ള ഓഫൊക്കെ ഉള്ളത്, അപ്പം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നിടത്ത് നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടോ ഒറ്റയ്ക്കായിട്ടൊക്കെ പോവാം. അതാണ് നമ്മുടെ ഒരു സന്തോഷം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ പോയിട്ട് നമുക്ക് അവിടെ പോവാം ഇവിടെ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ നടക്കത്തില്ല. അപ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരും, പിന്നെ നമ്മളെപ്പോഴും ഹോസ്പിറ്റലിലേക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണം. അപ്പോൾ പിന്നെ ഇവിടെ ജീവിക്കുകയല്ലേ, അപ്പം നമ്മുടെ സന്തോഷവും സങ്കടവും എല്ലാം അങ്ങ് ഒരുമിച്ചങ്ങ് പോട്ടെന്നേ, ഞാനെങ്ങനെയാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങള് വഴിയൊക്കെ കറക്റ്റ് വഴിയൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങി നിൽക്കും. ബഹറിന്റെ ഫോർട്ട് കൊച്ചിയിലെത്തി. ഇതിന് മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ രാത്രിയിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് അറിയത്തില്ല വഴിയൊക്കെ. നാളുകൊണ്ട് വരണമെന്ന് വിചാരിക്കുക. വരണം ഇങ്ങനെയല്ല, സാരിയൊക്കെ ഉടുത്തിട്ട് വരണം, ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണമെന്നൊക്കെ. എവിടെ ഒന്നും നടക്കത്തില്ല. ഇതാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി. അപ്പൊ ഇതാണ് നമ്മുടെ ബഹറിന്റെ ഫോർട്ട് കൊച്ചി. നല്ല രസമല്ലേ കാണാന്. ആടെ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം. സത്യം പറഞ്ഞ ഇത് ആൾക്കാർ താമസിക്കുന്ന 2 ബിൽഡിങ്ങുകളാണ്. ഈ 2 സൈഡിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ അവരാണ് അവരുടെ ഒരു വഴി ഇത്ര നല്ല അടിപൊളി മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതവർ നല്ലപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഇവിടെ വരുന്നവരെങ്കിലും ഇത് മോശമാക്കി കളയരുത്. നമുക്കൊരു സേവ് ദ ഡേറ്റ്, അതല്ലാതെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്ഥലം അല്ലേ. കാരണം എന്ത് ഭംഗിയായിട്ട് ഓരോന്നൊക്കെ ചെയ്തു വെച്ചേക്കുന്നേ നോക്കണേ. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെയുള്ള കഴിവൊന്നും ഇല്ല കേട്ടോ. എനിക്ക് വേണമെങ്കിൽ എൻ്റെ മമ്മിയും എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും അവൾക്കറിയാം, വഴക്കുണ്ടാക്കാൻ അറിയാമെന്ന് പറയും. നമ്മൾ ഈ വലിച്ചെറിയുന്ന സാധനങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാല്ലേ. മരത്തിനകത്താണ്, ആ ചിരട്ടയ്ക്കകത്താണ്. ഇത് ചിരട്ടയ്ക്കകത്താണ്, ഇത് ചിരട്ടയാണ്, അതിനകത്താണ് ഈ ഒരു സാധനം. നമ്മളിത് പണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു കുഴി പോലെ എന്തൊരു സാധനം ഉണ്ടല്ലോ, ഇതെല്ലാം ചിരട്ടയില ചെയ്ത് വെച്ചേക്കുന്നത്. വന്നിരിക്കാൻ നല്ലതാണ്, നമ്മുടെ മനസ്സൊന്ന് ശാന്തമാകും. റൂമിലിരുന്ന് ഒന്നാതെ ചൂട്.
AC ഇട്ട് നമ്മൾ വെറുതെ കാശ് കളയും. ഇവിടേക്ക് ഇങ്ങനെ ഇറങ്ങി ചുറ്റി പുറത്തിറങ്ങിയ ചൂടില്ല നല്ല അതിനർത്ഥം. നമുക്കിങ്ങനെ ബസ്സിലൊക്കെ യാത്ര ചെയ്ത് അതുപോലെ പലയിടത്തൊക്കെ ഇങ്ങനെ കറങ്ങി അടിച്ചാൽ നമ്മൾ അത്ര ഇങ്ങനെ ചൂടൊന്നും നമ്മൾ അത്ര അങ്ങോട്ട് അതിനെ വക വയ്ക്കരുത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊതുവേ എൻ്റെ ഓഫീസിൽ നിന്ന് എനിക്ക് റൂമിൽ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അത് പണ്ട് തൊട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇനി വരണം ഒരു ദിവസം ഇവിടെ വന്ന് സാരിയൊക്കെ എടുത്തുകൊണ്ട് വന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യണം എന്ന് ഞാൻ മനസ്സിൽ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും ഒരു ദിവസം ആ ആഗ്രഹം നമുക്ക് സാധിക്കാം. ഇങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓരോ ഗല്ലിയിലൂടെ നടന്നു പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങൾ ഞാൻ 1-2 വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. നമ്മുടെ ദീപ്തി ചേച്ചിയുടെ വീഡിയോയിൽ ഞാൻ ചേച്ചി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ചേച്ചി അതിനകത്ത് 1-2 സ്പോട്ടുകൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മുടെ പഴയ കപ്പുകൾ, അതുപോലെ നമ്മുടെ നാട്ടിൽ മുറമായിരിക്കും. മുറമെന്നല്ലേ നമ്മൾ പറയുന്നത്, നമ്മൾ ഈ ഓലയും കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ വേസ്റ്റ് നമ്മൾ കളയാൻ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ കുപ്പികൾ, അതുപോലെ ചിരട്ട, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിനകത്ത് അവർ പെയിൻ്റ് അടിച്ച് അതിൽ ഓരോന്നൊക്കെ വരച്ച് ഇവിടെ എല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്തിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആയി. അപ്പോൾ ഇവിടുത്തെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം പനയുടെ ഇതാണ്. അപ്പോൾ എങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഫോട്ടോ വെച്ചിട്ട് കറക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ മന്തി കഴിക്കാൻ പോകും. നമ്മുടെ നെഹദി മന്തിയിൽ നമുക്ക് പോയി മന്തി കഴിക്കാം. മനാമ വന്നു കഴിഞ്ഞാൽ നമുക്ക് മന്തി കഴിക്കണം. അതാണ് ഇല്ലത്തെ പതിവ്. അപ്പൊ നാട്ടിലൊക്കെ പോയിട്ട് എനിക്കൊരു ജോലിയൊക്കെ സെറ്റാക്കി നമ്മൾ തിരിച്ചു തരാം. അതെ, രണ്ടുപേരും പ്രാർത്ഥിച്ചേക്കണം. എനിക്കൊന്ന് മെസ്സേജ് തരണേ. അപ്പൊ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അതിന്റെ നമ്പർ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്ന് നമുക്ക് വീട്ടിൽ പോവാം. ക്ഷീണിച്ച് സത്യം പറഞ്ഞ മന്തി, ജ്യൂസ്, ചായ എല്ലാം കൂടി കഴിച്ച് കുടിച്ച് കഴിയുമാതിരി മത്ത അവസ്ഥയായിപ്പോയി. അപ്പൊ പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.